ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് NH66 കേട്ടോ, നാഷണൽ ഹൈവേ 66 ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഈ റോഡ് പോണ കാസർഗോഡിന് പോണ റോഡാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ പൊള്ളക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നിൽക്കുന്നത്. ഇത് നമ്മൾ സർവീസ് റോഡിലോട്ടുള്ള എക്സിറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇതേപോലെ NH66 ചേർന്നൊരു വീടും സ്ഥലമൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു 42 സെൻറ്റ് സ്ഥലവും അതിനകത്ത് ഇതാക്കണേ ആ കാണുന്ന ഒരു 3 ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണെന്ന് നിങ്ങളെ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ ചില പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കണേ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോളേ ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീട് എന്ന് പറയുന്നത് കേട്ടോ. മൊത്തം 3 ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് പുല്ലൂർ പെരിയ പഞ്ചായത്തും അതുപോലെ വില്ലേജ് വരുന്നത് പുല്ലൂരാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാസർഗോഡ് ജില്ലയിലാണ് നമ്മൾ പ്ലോട്ടുള്ളത്. അപ്പോൾ കാസർഗോഡ് ടൗണിനൊക്കെ വരാണെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാഞ്ഞങ്ങാറിനൊക്കെ വരാമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. ഇങ്ങോട്ട് വരേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റാല്ല. നമ്മളെ പൊള്ളക്കടയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സർവീസ് റോഡിലോട്ടുള്ള എക്സിറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ഇതാക്കണം ഈ കാണുന്ന റോഡാണ് നമുക്ക് പോകേണ്ടത്. അവിടെ തന്നെയാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ഇതാക്കണം ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. ഈ റോഡിനാണ് നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. വാഹനങ്ങളെല്ലാം ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ സ്ഥലത്തിൻ്റെ അതിരി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഫ്രണ്ടേജ് അതിരി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതാ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ വീടും സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടാണ് പ്ലോട്ട് ഉള്ളത്. അപ്പോൾ ഇതാക്കണേ വാഹനങ്ങൾ നേരെ നമുക്ക് വീടിൻ്റെ മുറ്റം വരെ കൊണ്ട് ചെല്ലാനുള്ള വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടേജ് അതിൽ എൻ്റെ ഏകദേശം കുറച്ച് ഇവിടം വരെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ടാണെങ്കിലും ഇങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഫ്രണ്ടേജ് അതിൽ എൻ്റെ ഇവിടം വരെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലോട്ടിക്ക് കൊണ്ട് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചങ്കള നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇതാക്കണം അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീട്. ഈ ഒരു വീട് ഇപ്പോൾ കുറച്ച് പഴയ വീടാണ്. ഇപ്പോൾ വീടിനിപ്പോൾ പ്രത്യേകമായിട്ട് വില ചോദിക്കണില്ല അതിൻ്റെ ഓണർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു വീട് വെക്കണം എന്നൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള നല്ല സ്ഥല സൗകര്യം ഉണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് ബാക്ക് സൈഡിലോട്ടാണ് വേറെ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. മൊത്തം 42 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. 2-3 വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് ഒരു ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ ഒരു ഗോഡൗണൊക്കെയാണ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന നല്ല കിടിലം പ്ലോട്ട് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്ലോട്ടിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. ഇങ്ങോട്ട് വരി, ഇവിടെയാണ് നമുക്ക് കിണറുള്ളത് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഇത് വന്ന് നോക്കിയാണെങ്കിൽ കിണറിൻ്റെ ചുറ്റുഭാഗം കെട്ടിയിട്ട് നല്ല നീറ്റായിട്ടുള്ള വലിയ കിണറും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ വെള്ളമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ അതിനകത്ത് തന്നെ ബോർവെല്ലും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് തെങ്ങുകളുണ്ട്, നല്ല കായ്ക്കുന്ന തെങ്ങുകൾ. ഏകദേശം ഒരു 9ഓളം തെങ്ങുകളുണ്ട് കേട്ടോ. നോക്കിയാണെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. കണ്ടില്ലേ? അപ്പോളേ ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള വീട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട് കുറച്ച് പഴയ വീടാണ്. വീടിന് പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഓണർ വില ചോദിക്കണില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ അകവശം കാണിക്കുന്നില്ല. ഇനി നമ്മൾ ഈ പ്ലോട്ടിൻ്റെ അടുത്തു നിന്നുള്ള സൗകര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ നമുക്ക് പെരിയ ടൗണിലോട്ട് ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് കേന്ദ്ര സർവകലാശാലയിലോട്ട് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടാവില്ല, പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അതുപോലെ മാവുങ്കാൽ രാംനഗർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പിന്നെ ക്രൈസ്റ്റ് സ്കൂളുണ്ട്. അങ്ങനെ അടുത്ത് തന്നെ നമുക്ക് സ്കൂൾ സൗകര്യങ്ങളെല്ലാം ഉണ്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആരാധനാലയങ്ങൾ പറഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്ററിൽ നമുക്ക് ഉദയനഗറിൽ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി വരുന്ന നമുക്ക് കാഞ്ഞങ്ങാടാണ് കേട്ടോ. പിന്നെ അടുത്ത് അമ്പലങ്ങൾ നടക്കാനുള്ള ദൂരത്ത് തന്നെ അമ്പലങ്ങൾ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വീടിൻ്റെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ ഇതൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട് വീടിൻ്റെ പുറകോട്ടൊന്ന് പോയി നോക്കാം. ഏറ്റവും ബാക്ക് സൈഡിലോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഇതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മളെ പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡ് വഴി നമുക്ക് റോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് 5 സെൻറ്റോ 10 സെൻറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് പ്ലോട്ടുകളാക്കി മുറിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ടിൻ്റെ ഏറ്റവും മേലെ ഭാഗത്ത് ടോപ്പിൽ നമുക്ക് ഒരു 100 മീറ്ററിൽ നമുക്ക് ടാറിങ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഭാവിയിൽ റോഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നിലവിൽ എന്താക്കണേ നമ്മളെ സ്ഥലത്തിനകത്ത് അവിടെ ബാക്ക് സൈഡിൽ പ്ലാവ് മാവ് അങ്ങനത്തെ സംഭവങ്ങളും കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ പ്ലാവേ കൂടെ എല്ലാം കുരുമുളകുണ്ട്, അതുപോലെ ഇതാ ചാമ്പയ്ക്കാമരമുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടോ. ഇതാ മാവുണ്ട്, കായ്ക്കുന്ന മാവെല്ലാം ഉണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പൊള്ളക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. NH66 ചേർന്ന് വീടൊക്കെ മേടിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലം ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതിന് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ തന്നെ ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെല്ലാം വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ ബൈ.